മൃണാളുടെ ഫുഡ് വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ട് അങ്ങേരുടെ ഫുഡ് അടിയുടെ ഒരു ഫാനാണ് ഞങ്ങൾ. അങ്ങനെ ഇപ്രാവശ്യം എറണാകുളം പോയപ്പോൾ നമ്മൾ ഹംഗ്രി മൃണാളിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ഹംഗ്രി മൃണാളിലാണ് നമ്മൾ പോയത്. അവിടെ താഴെ തന്നെയായിരുന്നു ഇവരുടെ ഷോപ്പ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ സർവീസിനാണെങ്കിലും കുറേ പയ്യന്മാരുണ്ട്. സെൽഫ് സർവീസാണ്. നമ്മൾ ഓർഡർ അവിടെ കൊടുക്കണം. നമ്മൾ തന്നെ നമ്മുടെ സാധനം വാങ്ങിക്കൊണ്ട് പോകണം. ആരും നമ്മളെ സെർവ് ചെയ്യാനും കാര്യത്തിനും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ പെരുമാറ്റം പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നല്ല പെരുമാറ്റമായിരുന്നു. അവർ ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങേണ്ട സാധനങ്ങളുടെ പ്രൈസ് ചാർട്ടും കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പൊറാട്ട, അതുപോലെ തന്നെ ഒരു ബിരിയാണി, ഒരു ബീഫ് ഫ്രൈ ആയിരുന്നു. ഒപ്പം തന്നെ ഒരു കായ ബീഫ് കറിയാണ് ഓർഡർ ചെയ്തത്. എല്ലാം സ്മോൾ പോർഷനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ നമുക്ക് ആകെ ആയത് 323 രൂപയാണ്. അങ്ങനെ ആ കായ ബീഫ് കറി നമ്മൾ ഓർഡർ പറഞ്ഞപ്പോൾ തന്നെ ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു അതിൽ കായ ആയിരിക്കും കൂടുതലെന്ന്. കാരണം നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് വാങ്ങണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ കറീനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ല, നല്ലതായിരുന്നു. ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാടൻ പാരഗൺ ബിരിയാണിയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അധികം ഓവർ മസാല ഇല്ലാതെ, നെയ്യൊന്നും അധികം ഇല്ലാതെ നല്ലൊരു ബിരിയാണി. പൊറാട്ടയും ആ കായ ബീഫ് കറിയും കൂട്ടി കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫീല് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നമ്മുടെ നാടൻ സ്റ്റൈല് ബീഫ് ഫ്രൈ ആയിരുന്നു. നല്ല മൊരിച്ചുണ്ടാക്കിയ ഒരു സംഭവം. ചെറുതായിട്ട് ഉള്ളിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് കഴിച്ചപ്പോഴും അതും എനിക്കിഷ്ടമായി. ഈ പറഞ്ഞ കറിയും ഈ പറഞ്ഞ ബീഫ് ഫ്രൈയും ഒക്കെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഈ പൊറാട്ടയ്ക്കും ബിരിയാണിക്കും വലിയ ചൂട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം നമ്മളത് രാത്രി ഒരു 10 മണിയൊക്കെ അടുത്തിട്ടാണ് നമ്മൾ പോയത്. ഷോപ്പ് അടയ്ക്കാനായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. എങ്ങനെ പറഞ്ഞാലും സൂപ്പറായിട്ടുള്ളൊരു സർവീസും കാര്യങ്ങളും തന്നെയായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഒരു ഷോപ്പാണ്.